ഹലോ, കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നല്ല കിടിലൻ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വരാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ചാനലാണ്, ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ സുധീഷിനെ രക്ഷിക്കുവാനായിട്ട് സുഭാഷും ഹരീഷും അതുപോലെ നികേഷും കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ കൂട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ച് അതിൻ്റെ ഇടയിലാണെങ്കിൽ ഫോൺ കോൾ വരുന്ന ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് ഹരീഷിന്. അങ്ങനെ ഒരു വളവ് ഒരുപാട് ദൂരമൊക്കെ കഴിഞ്ഞു, രാത്രി ഒരുപാട് സമയമായി. അതിനുശേഷം ഇങ്ങനെ ഒരു വളവ് തിരക്കി അന്വേഷിച്ച് ആ ഒരു ഇതനുസരിച്ചിട്ട് നോക്കി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ ഒരു വളവിൽ ടേണിങ്ങിന് ചെല്ലുന്ന സമയത്ത് ഹരീഷിൻ്റെ വണ്ടി മറ്റൊരു വണ്ടിയായിട്ട് പെട്ടെന്ന് കൂട്ടിമുട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഹരീഷ് മറിഞ്ഞു വീഴുന്നുണ്ട്. പിന്നാലെയാണ് ഇതുപോലെ സുഭാഷും നികേഷുമായിട്ട് വരുന്നത്. അപ്പോൾ അവർ കാണുന്നുണ്ട് ഹരീഷ് വീണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റവർ നിർത്താതെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർ വണ്ടി തടഞ്ഞ് നിർത്തുകയാണ്. അങ്ങനെ അവിടെ വാക്ക് തർക്കങ്ങളും സംസാരവും ഭയങ്കര വിഷയമാകുന്നു. അപ്പോൾ ഈ ഒരു ഡ്രൈവർ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങാൻ പോയിക്കുമ്പോൾ പിന്നാലിരിക്കുന്നത് പറയുന്നുണ്ട് അവർ പേടിച്ചിട്ട്. കാരണം ആ ഒരു വണ്ടിയിലാണ് സുധീഷിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് രണ്ട് കയ്യിലും ഇങ്ങനെ അപ്പുറമൊക്കെ പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. സുധീഷിന് അനങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ സുധീഷിന് അനങ്ങാൻ കഴിയുന്നില്ല. പക്ഷേ അപ്പോൾ അവിടെ ഈ ഒരു സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം അവർ പറയുന്നുണ്ട് ഡ്രൈവറുടെ അടുത്ത്, വേണ്ട നിർത്തണ്ട, നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട പോകാമെന്ന്. പക്ഷേ ഡ്രൈവർ ഇതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു. ഇവരോട്ട് ഭയങ്കര സംസാരവും ഭയങ്കര വിഷയമാവുന്നു കേട്ടോ. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് അവരുടെ ഭാഗത്തും തെറ്റൊന്നും ഇല്ലാത്തവരാണ് സംസാരിക്കുന്നത്. അങ്ങനെ സുഭാഷ് വന്ന് ഇടപെട്ട് ഭയങ്കര സംസാരമൊക്കെ ആവുന്നുണ്ട്. ലാസ്റ്റ് ഒരു കോംപ്രമൈസിലാവണം. അപ്പോൾ സുധീഷിനാണെങ്കിൽ ഇങ്ങനെ വായിൽ പ്ലാസ്റ്റിക് ഒടിച്ചതുകൊണ്ട് ഇവരെ കാണുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് തന്നെ ഇവരെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ലാസ്റ്റ് കാലുകൊണ്ട് അടുത്തിരിക്കുന്ന ആളെ ചവിട്ടി തള്ളി താഴെ ഇടുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുധീഷ് ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ തല വെളിക്കിട്ടിട്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. മൊത്തം പ്ലാസ്റ്റർ ഒട്ടിച്ച് ഒക്കെ കിടന്ന് മൂളുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നികേഷ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് സുധീഷിനെ കാണുന്നത് കേട്ടോ. അങ്ങനെ വണ്ടി പാസ് ചെയ്തങ്ങ് പോവാണ്. അപ്പോൾ നികേഷ് അപ്പം തന്നെ പറയുന്നു ഇതുപോലെ സുധീഷ് ഏട്ടൻ ആ വണ്ടിയിലുണ്ടെന്ന്. അങ്ങനെ ഇവർ തിരിച്ച് ആ വണ്ടിക്ക് പിന്നാലെ വണ്ടി സ്കൂട്ടർ വിട്ട് രണ്ട് കൂട്ടരും കൂടെ അതിന് പിന്നാലെ പോകണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇവന്മാരെന്തിനും നമ്മുടെ പിന്നാലെ കൂടുന്നത്. അപ്പോൾ സുധീഷ് താൻ രക്ഷപ്പെട്ട കഥ പറയണം. രണ്ട് ഏട്ടനും ഹരിയും ഇതുപോലെ നികേഷും എല്ലാം വന്നതും അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ. അപ്പോൾ രാജീവനും ഭയങ്കര ആശ്വാസത്തിലാണ്, എല്ലാവരും കൂടി രക്ഷപ്പെടുത്തിയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ അങ്ങ് അഭിനയിക്കുകയാണ്. നിധിയുടെ മുമ്പിലൊന്നും കാണിക്കാനും പറ്റില്ല. പക്ഷേ അരുണിനെ തർപ്പിച്ച് നോക്കുന്നുണ്ട് രാജീവ്. എന്നിട്ടും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ആ ക്യാഷിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ കൊണ്ടുപോയി കളഞ്ഞു, അത് ആര് കൊണ്ടുപോയി, നീ അത് മാറ്റിയെന്നുള്ള രീതിയിൽ. അപ്പോൾ രാജീവനും വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് ഇതൊന്ന് ഒഴിവാക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ പിന്നെ അതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പറയാം, സമയമാവട്ടെ, ഞാൻ പറയാം, കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുകയാണ്. പണമൊക്കെ വരും. അങ്ങനെ സുധീഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാജീവ് മേനോൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഡ്രാമ കളിച്ച് നിധിയുടെ മുമ്പിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം, ഈ ഒരു അവർ ഇതിലൊന്നും കൈകടത്തിയിട്ടുള്ള രീതിയിലൊക്കെ അഭിനയിക്കുകയാണ്. പക്ഷേ അരുണിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ രാജീവ് മേനോൻ 2-3 തവണ അരുണിനെ നോക്കുന്നുണ്ട്. കാരണം അങ്ങോട്ടൊന്നും കൂടുതൽ കടക്കേണ്ട, കാരണം ഇതെങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യാം. അപ്പോഴേക്കും അവിടെ സുഭാഷും അതുപോലെ നികേഷും കൂടെ വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് അപ്പോൾ അവരുടെ വന്നു, ഇവരാണ്. അപ്പോൾ ഇനി എന്തായാലും പിടിക്കപ്പെടില്ല എന്നുള്ളൊരു സമാധാനത്തിലാണ് രാജീവ് മേനോൻ. കാരണം ഇവരെല്ലാം കൂടെ വന്നു രക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അരുണായിരുന്നല്ലോ ക്യാഷ് എവിടെ പോയി, അപ്പോൾ അതിനും ഉത്തരം കിട്ടേണ്ടതെന്നാണ് സുധീഷ് അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷ് അതിൽ ഒരു ഗുണ്ടയെ കൊളറിനൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇത് കാണുമ്പോഴത്തേക്കും രാജീവ് മേനോൻ ആകെ രണ്ടുപേരും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആകെ അങ്ങനെ ഫീസ് പോയിട്ട് ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. കാരണം ഇനിയിപ്പോൾ ആ ഒരു ഗുണ്ടയാണ് കഴുത്തിനെല്ലാം കൂടെ പിടിച്ച് കൊളറിനെല്ലാം കൂടെ പിടിച്ചിട്ട് ഹരീഷ് ഇങ്ങോട്ട് കൊണ്ടിടുന്നത്. അപ്പോൾ ഇതാരാന്ന് ഒന്നും അറിയാത്തോളം രാജീവ് മേനോൻ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇയാളാണ് ഗുണ്ട, ഇയാളങ്ങനെ കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അപ്പോൾ രാജീവൻ ഒന്നും അറിയാൻ മേത്തോണം അവിടെ നിന്ന് അവർ നേരത്തെ കണ്ടിട്ടില്ല എന്താ പറയുക, നീ ആണോടാ കൊണ്ടുപോയെന്നൊക്കെയുള്ള രീതിയിൽ
ആ ഒരു അഭിനയത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അരുണിന് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ രക്ഷയില്ല, ഉറപ്പായിട്ടും പിടിക്കപ്പെടും. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ആ ഒരു ഗുണ്ട പറഞ്ഞേ പറ്റൂ, അപ്പോൾ ഉറപ്പായിട്ടും പിടിക്കപ്പെടും എന്നുള്ള കാര്യം അരുണിന് മനസ്സിലായി. അങ്ങനെ ആകെ ആ ടെൻഷനടിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആകെ എല്ലാം പോയൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എല്ലാം രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ഉറപ്പായിട്ടും രാജീവ് മേനോൻ പിന്നെയും ഒരടുത്ത അഭിനയത്തിലേക്ക് ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം അവരൊന്നും ഇതിൽ ചെയ്തിട്ടില്ല എന്നല്ല. പക്ഷേ ഉറപ്പായിട്ടും അരുണ് മനസ്സിലായി ഉറപ്പായിട്ടും പിടിക്കപ്പെടും. ഇനിയിപ്പോൾ ഒരു യാതൊരു രക്ഷയില്ല, അവരെല്ലാം അറിഞ്ഞിട്ട് തന്നെയുള്ളവരൊക്കെയാണ്. അപ്പോൾ എന്നിട്ടും രാജീവ് മേനോൻ അഭിനയിക്കാൻ കാണുമ്പോൾ സുധീഷിന് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത മട്ടി നീ ആണോടാ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കണം അയാളടുത്ത്. അപ്പോൾ സുധീഷിന് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് അരുണിന് ഉറപ്പിച്ചു ഇനിയിപ്പോൾ പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ. നിധിയുടെ മുമ്പിൽ സകല കള്ളത്തരങ്ങളും പൊളിയുമാണ്. അങ്ങനെ നിധിയെയും കൊണ്ട് അവരിവിടുന്ന് പോകുന്ന രംഗമൊക്കെ നമുക്ക് വരുന്ന പ്രൊമോയിലും എപ്പിസോഡിലൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്നുകൂടി പറയുകയാണ്, പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.